ഈ ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻറ്റ് സ്കീമിന് വേണ്ടി ഒരു നല്ല തുക ഇതിനു വേണ്ടി വെക്കുകയും ചെയ്താൽ ഒരുപക്ഷെ കേരള സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ആശങ്കകൾ പോലും, ഞാനിപ്പം വേറൊരു രീതിയിൽ സംസാരിക്കുന്നത്, അതായത് കേരളത്തിൻ്റെ സാമ്പത്തിക വാണിജ്യ വ്യവസായ രീതികളിൽ അതിനോട് പ്രതിപത്തിയുള്ള രീതിയിലുള്ള തൊഴിലാളികളെ നിലനിർത്താൻ വേണ്ടിയുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു സാമൂഹിക ഇടപെടലായിട്ട് അത് മാറുക തന്നെ ചെയ്യും. നിങ്ങൾ എത്ര പൈസ കൊടുത്താലും നടക്കുന്നതിനേക്കാൾ കൂടുതലൊരു കാര്യം, ഈ സ്ഥലത്ത് എനിക്ക് നിന്ന് ഒരു ഭാഷയൊക്കെ പറഞ്ഞ് എൻ്റെ ഭാഷയും കൂടെയൊക്കെ എന്നോട് ടോളറൻസ് ഉള്ള രീതിയിലുള്ള സമൂഹമാണ്, അതിന് പറ്റിയ എംപ്ലോയേഴ്സ് ഉണ്ട്. ഒരു 2 വർഷത്തിനുള്ളിൽ ഈ സ്ഥിതിവിശേഷം മാറുകയാണെന്നുണ്ടെങ്കിൽ തൊഴിലാളികളോട് നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു വാണിജ്യ വ്യവസായ അന്തരീക്ഷം കേരളത്തിലുണ്ടായാൽ അതൊരു വലിയ മാറ്റമായിരിക്കും കേരളത്തിലുണ്ടാകുന്നത്. അതിന് ഈ ഭാഷ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭാഷ ഇതിന് പുറത്താണെന്ന് നമുക്ക് തോന്നും. ഇത് തൊഴിലൊരു സാമ്പത്തിക വിഷയം മാത്രമല്ല, വളരെ കൃത്യമായിട്ടും തൊഴിൽ ഒരു സാമൂഹിക വിഷയമാണ്. അപ്പം അത് അങ്ങനെ അതിനകത്ത് ഇടപെട്ടിരിക്കുന്ന എല്ലാവരും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കേണ്ടതൊക്കെ വലിയ ആവശ്യമാണ്. ഇപ്പോൾ പെൻഷൻ സ്കീമുകൾ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാം. നോർക്കയുടെ സ്കീം കണ്ടില്ലേ? നോർക്കയുടെ ഒരു മോഡ്യൂളാണ് ഞങ്ങൾ വാസ്തവത്തിൽ അതിനുവേണ്ടി ഇത് ചെയ്യുന്നത്. ഗൾഫിലെ കുവൈറ്റ് ഗവൺമെൻറ്, UAE ഗവൺമെൻറ്, സൗദി ഗവൺമെൻറ്, ഇവർക്കെല്ലാം കഴിഞ്ഞ 5 വർഷം കൊണ്ട് അവരുടെ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തിനൊന്നും ഉണ്ടായിക്കൂടാ. 70% ആളുകൾക്ക് പൈസ കിട്ടുന്നത് ഡിജിറ്റൽ മണിയാണ് ഇന്ന് ഈ രാജ്യങ്ങളിലൊക്കെ. 5 വർഷം മുമ്പ് അതില്ലായിരുന്നു. തൊഴിലുടമയുടെ അനുവാദത്തോടു കൂടി അല്ലാതെ മൂവ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഏറ്റവും വലിയൊരു കുഴപ്പമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ സിസ്റ്റം മാറി വരുന്നു. ഇതുപോലെ ഈ വളരെ മോശമായ രീതിയിലുള്ള പാശ്ചാത്യ മനുഷ്യാവകാശ സംഘടനകൾ നിരന്തരം മോശം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലെ അവസ്ഥ മാറാവുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ പ്രോഗ്രസീവായിട്ടുള്ള മൂല്യങ്ങളും സോഷ്യൽ ക്യാപിറ്റലും ഒരു ഐഡിയോളജിക്കൽ അല്ലെങ്കിൽ അതിലുള്ള ഒരു പബ്ലിക് പൊളിറ്റിക്സും ഒക്കെ ഉള്ള ഈ സ്ഥലത്ത് ഈ മാറ്റം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൂ.